ഗുരുവായൂർ അമ്പലനടയിൽ നമ്മൾ രാജുവേട്ടനും ബേസിൽ ജോസഫും ഒന്നിക്കുന്ന ബിബിൻ ദാസ് ചിത്രം. അപ്പം അതിൻ്റെ ഒഫീഷ്യൽ ടീസർ ഇപ്പോൾ വന്നിട്ടുണ്ട്, അത് നമുക്ക് കാണാം. ഉറപ്പില്ലാത്തൊരു കല്യാണം, ഒരു ജീവൻ മരണ പോരാട്ടം, നല്ലൊരു കണി കാണിക്കണേ. ജയജയുടെ ടീമൊക്കെ തന്നെയാണ്. കൈതോരപ്പറമ്പിൽ ബിനു രാമചന്ദ്രൻ ഇത് ആനന്ദേട്ടനെ കാണുമ്പോ പറയാൻ വെച്ചിരുന്ന ഡയലോഗാ. പക്ഷെ കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം ഇല്ല. പണ്ടൊരു പ്രേമം ഉണ്ടായിരുന്നു അല്ലേ? എന്താ കഴിച്ചത്? ബർഗറും കോക്കും. നമ്മുടെ അഞ്ജലിനെ കെട്ടിച്ചു കൊടുത്താ നമ്മുടെ വംശം തന്നെ അറ്റുപോകും. അല്ല, വംശം അറ്റുപോകില്ല. അതിപ്പോ ഞാനുണ്ട്. ഓ, യോഗി ബാബു. പേടിക്കാനൊന്നുമില്ല, കല്യാണം കഴിഞ്ഞാൽ എല്ലാം ശരിയായി. ഞാനല്ല, നിങ്ങളാണ് ആനന്ദേട്ട ഹീറോ. എന്നാ കാണാം, ഗുരുവായൂർ അമ്പലം നടയിൽ വെച്ച് തന്നെ കാണാം. അതൊരു ഔട്ട് ആൻഡ് ഔട്ട് അതാണ്. ബേസിൽ ജോസഫ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ദ ഗോഡ് ഫാദർ പോലെയോ അല്ലെങ്കിൽ തെങ്കാശിപ്പട്ടണം പോലെയോ അതുപോലെ ഒരു വലിയ കൊമേഴ്ഷ്യൽ കോമഡി എൻ്റർടൈനേഴ്സ് അങ്ങനെ മലയാളത്തിൽ അങ്ങനെ വന്നിട്ടില്ല. അപ്പം അങ്ങനത്തെ ഒരു പടമാണിതെന്നാണ് പുള്ളി പറഞ്ഞത്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പടമാണ് ജയ 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 ഹേ. അത് തിയേറ്ററിൽ നമ്മൾ ഒരുപാട് ചിരിച്ച് എൻജോയ് ചെയ്ത് കണ്ട പടമാണ്. അപ്പം അതിൻ്റെ സംവിധായകൻ, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്ന കാര്യം. പിന്നെ നമ്മുടെ ഓഫ് കോഴ്സ് നമ്മുടെ രാജുവേട്ടൻ ആടുജീവിതത്തിന് ശേഷം. പിന്നെ ബേസിലിപ്പം എന്താ പറയുക, അദ്ദേഹം നമ്മുടെ ഒരു ജനപ്രിയ നായകൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കംഫർട്ട് സോണിലൊക്കെ ഉള്ള പടങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ പോലും നമുക്കൊരു ഇഷ്ടം തോന്നും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സിനോട്. അപ്പം അവർ 3 പേരോട് ഒന്നിക്കുന്ന പടം. പിന്നെ എന്നെ അനശ്വര രാജൻ, നിഖിലാഭവൻ അവരൊക്കെയാണ് നായികയായിട്ട് വരുന്നത്. ട്രെയിലർ കണ്ടിട്ട് ഔട്ട് ആൻഡ് ഔട്ട് ഒരു എൻ്റർടൈനറാണെന്ന് നമുക്ക് ഒറ്റവാക്കി പറയാം. ഒരു വലിയ എൻ്റർടൈനർ, അതായത് തെങ്കാശിപ്പട്ടണം പോലുള്ള ഒരു പടം എന്ന് പറയുമ്പോൾ അത്രയും വലിയ, അതായത് ഒരുപാട് പാട്ടുകളുള്ള, ഒരുപാട് ചിരിക്കാനുള്ള, ഒരുപാട് ഫൈറ്റൊക്കെയുള്ള അങ്ങനത്തെ ഒരു എൻ്റർടൈനർ അതാവും ഈ പടം. എന്നാലും അതെ, വളരെ എക്സൈറ്റഡ് ആണ് ഈ പടത്തിന്. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്. നിങ്ങൾ ഈ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.